കേന്ദ്ര സർക്കാർ അനുവദിച്ച അമൃത് ഭാരത് ട്രെയിനിലെ ആദ്യ യാത്രാനുഭവം ജനംഡിയോടൊപ്പം പങ്കുവച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ആലുവയിൽ നിന്നും കൊല്ലത്തേക്ക് യാത്ര ചെയ്ത കേന്ദ്രമന്ത്രി കുട്ടികളോടൊപ്പമുള്ള ചിത്രങ്ങളും സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു. റെയിൽവേ മന്ത്രാലയം നടപ്പിലാക്കുന്ന മറ്റ് വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചും അദ്ദേഹം ജനം ടിവിയോട് പറഞ്ഞു. എം മനോജ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഈ റിപ്പോർട്ടോടുകൂടി ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്തേ. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇന്ന് ആലുവയിൽ നിന്നും കൊല്ലത്തേക്ക് എത്തിയത് അമൃത് ഭാരത് എക്സ്പ്രസ്സിലാണ്. അതായത് ആദ്യത്തെ അദ്ദേഹത്തിന്റെ യാത്രാ അനുഭവമാണെന്ന് തോന്നുന്നു. അദ്ദേഹം ഫേസ്ബുക്കിലടക്കം അത് കുറിച്ചിരുന്നു. എന്തായാലും ആദ്യ യാത്ര എങ്ങനെയുണ്ടായിരുന്നു? പ്രധാനമന്ത്രി ഇത് ഫ്ലാഗ് ഓഫ് ചെയ്തതിന് ശേഷം എന്തോ വ്യത്യസ്തതയുള്ള വന്ദേ ഭാരത് പോലെ അല്ല എന്ന് വ്യക്തമായിരുന്നു. അപ്പോൾ ഇത് ഒരു ഫുൾ ലെങ്ത് നോൺ AC ട്രെയിനുമാണ്. സാധാരണക്കാരൻ്റെ ഇപ്പം നമുക്ക് ഗരീബ് രഥ് എന്നൊക്കെ പറഞ്ഞ് ട്രെയിൻ ഉണ്ടെങ്കിലും അതിലും നമുക്ക് AC കോച്ച് ഉണ്ടല്ലേ. പക്ഷേ ഇത് തീർത്തും സാധാരണക്കാരന് ഒരുപക്ഷെ ശീതീകരണത്തിനുള്ള കാശ് കൊടുക്കേണ്ടി വരാതെ യാത്ര ചെയ്യാൻ പറ്റുന്ന, ഇതിൽ ഉള്ളിലെ മറ്റ് സൗകര്യങ്ങൾ എങ്ങനെ അതുപോലെ തന്നെ സ്ലാഷ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഇന്നെനിക്ക് അത്യാവശ്യമായിട്ട് ഇവിടെ ഉച്ചയ്ക്ക് എത്തേണ്ടതുകൊണ്ട് സൗകര്യപ്പെട്ടൊരു ട്രെയിൻ കിട്ടിയത് ഇതുമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിലെ എക്സ്പീരിയൻസ് ഗ്യാദർ ചെയ്യാൻ വേണ്ടി കയറിയതാണ്. കുറേ കുട്ടികളുണ്ടായിരുന്നു തെലങ്കാനയിൽ നിന്നുള്ള. അപ്പോൾ അവരുമായിട്ടൊക്കെ സംവദിച്ചു. അവരുടെ ഫുഡിനെ സംബന്ധിച്ച് ചില അവലാതികളുണ്ടായിരുന്നു. അതൊക്കെ ഇതിനകത്തിരുന്ന് തന്നെ കറക്റ്റ് ചെയ്യാൻ സാധിച്ചു. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ വിളിച്ച് സംസാരിച്ചു. ഇതിനകത്ത് അവർക്ക് ഫുഡ് സെർവ് ചെയ്യുന്ന ആൾക്കാരെ വിളിച്ച് ചെറിയ തോതിലുള്ള ഉപദേശമൊക്കെ കൊടുക്കാൻ സാധിച്ചു. താക്കീതാണ് കൊടുക്കേണ്ടത്. പക്ഷേ എനിക്ക് തോന്നുന്നു അത് റെയിൽവേ ചെയ്തോളും. ഇതിനകത്ത് കുറച്ച് കറക്ഷൻസ് ആവശ്യമുണ്ട് സർവീസിൽ. അപ്പോൾ അത് നമ്മൾ അഡ്രസ്സ് ചെയ്യണം. ഇത് സാധാരണക്കാരന് കുറഞ്ഞ ചെലവിൽ യാത്ര ചെയ്യാൻ സാധിക്കുന്ന ഒരു സംവിധാനം. ഒരു ലോങ് ഡിസ്റ്റൻസ് ട്രെയിൻ ഏതാണ്ട് ഒരു ഓവർനൈറ്റ് ട്രാവൽ ഇതിനകത്തുണ്ടല്ലോ അല്ലേ. ചെന്നൈ വരെയുള്ള ദൂരം അല്ല, നമുക്ക് ആന്ധ്രയിൽ നിന്ന് വരണ്ടേ. കുട്ടികൾക്കൊക്കെ കേന്ദ്രമന്ത്രി അടുത്ത് കണ്ടപ്പോൾ വലിയ സന്തോഷം. അല്ല, വന്ന എല്ലാവരും ഫോട്ടോ ഒക്കെ എടുത്തു. അതല്ല ഇതിനകത്തെ പ്രധാന കാര്യം. ഈ ഒരു പുതിയ ടേസ്റ്റ് ഓഫ് നമ്മുടെ പഴയ വിയർക്കുന്ന യാത്ര അല്ലേ, നല്ലതുപോലെ വിയർത്തു. ആ ചൂട് മുഴുവനേറ്റ്, ചൂട് കാറ്റേറ്റ്, പൊടിയേറ്റ് വരുന്ന യാത്രയിൽ എന്താണ് ഇങ്ങനെ കാശ് യാത്രാ ചെലവിന് കുറയുന്നത് കൊണ്ട് കിട്ടുന്ന അധിക ഗുണം, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി കയറിയതാണ്. നല്ല ട്രെയിനാണ്. ഇതിൻ്റെ എൻജിനീയറിംഗ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. വന്ദേ ഭാരത് ട്രെയിനിലുള്ള ഒരു ലാറ്ററൽ ഷെയ്ക്ക് പോലും ഇതിലില്ല. ശരിക്കും ഭയങ്കര എന്താണ്, ഒരു കുഷണി യാത്രയായിരുന്നു. ഇതിൻ്റെ ബേർത്തുകളൊക്കെ കൊള്ളാം. നമ്മുടെ മലബാറിനേക്കാളൊക്കെ നല്ല ബേർത്താണ്. അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനുകളും വികസനത്തിൻ്റെ ഒരു പാതയിലാണ്. അതെ, ഇനിയും കൂടുതൽ സ്റ്റേഷനുകൾ അമൃത് ഭാരത് സ്കീം, അടുത്ത സ്കീം വരുമ്പോൾ കൂടുതൽ സ്റ്റേഷനുകൾ വരും. ഇരിഞ്ഞാലക്കുടയൊക്കെ ഉണ്ടാവുന്നതാണ്. വലിയ തോതിലുള്ള ഒരു വികസനം വരുന്ന ഒരുപാട് സ്റ്റേഷൻസ് കേരളത്തിലുണ്ടാവും. കേരളത്തിലെ ജനങ്ങൾ കേന്ദ്ര സർക്കാരിനോടൊരു നന്ദി പറയുകയാണ്. കുറച്ചു കാലം കൊണ്ട് തന്നെ റെയിൽവേ ഈ മന്ത്രാലയം നടത്തുന്ന വികസന പ്രവർത്തനം, നാഷണൽ ഹൈവേ, അതുപോലെ തന്നെ മെഡിക്കൽ രംഗത്ത് പാർട്ടിസിപ്പേഷൻ. നമ്മൾ ഓരോ വർഷവും ബഡ്ജറ്റിൽ ചിലപ്പോൾ അനൗൺസ് ചെയ്ത് കാണത്തില്ല, പക്ഷേ ഒരു തീരുവ ഓരോ വിഷയത്തിലും, ഹെൽത്തിലായാലും സ്പോർട്സിലായാലും അതുപോലെ തന്നെ കൊമേഴ്സിലായാലും, ട്രേഡ് ആൻഡ് കോമേഴ്സ്, ഇതിലൊക്കെ നമ്മൾ ഓരോ നിർദ്ദേശങ്ങൾ ബഡ്ജറ്റ് വയ്ക്കുന്നത് പിന്നീട് നടപ്പിലായി വരുമ്പോൾ വിവിധ ഹാൻഡിൽസിലാണ് നമ്മളത് എഫക്റ്റീവായിട്ട് കാണുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ ഇനിഷ്യേഷൻ, സംസ്ഥാന സർക്കാരിൻ്റെ സഹകരണത്തോടുകൂടി, പങ്കാളിത്തത്തോടുകൂടി എന്ന് പറയുന്നതാണ് ജനങ്ങളിലേക്ക് എത്തുന്നത് അല്ലേ. സംസ്ഥാന സർക്കാരിൻ്റെ പങ്കാളിത്തമില്ലാതെ നമുക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. തീർച്ചയായും അദ്ദേഹം എന്തായാലും അമൃത് ഭാരത് എക്സ്പ്രസിൽ യാത്ര ചെയ്ത അനുഭവമാണ് ജനം ടിവിയോടൊപ്പം പങ്കുവച്ചത്. അദ്ദേഹത്തോടൊപ്പം സംസാരിച്ചിട്ടുണ്ടായിരുന്ന യാത്രക്കാർക്കൊപ്പം അദ്ദേഹം യാത്ര ചെയ്ത് കൊല്ലത്തേക്ക് എത്തിയിരിക്കുകയാണ്. ബിജു പരവൂരിനൊപ്പം എം മനോജ്, ജനം, കൊല്ലം.